ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ടും മറ്റുള്ളതൊന്നും വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് SC ST വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ വളരെയേറെ നിർണായകമായ പങ്കാളിത്തം വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളൊരു പ്രസ്ഥാനം. അതിലേക്ക് ഇനിയും ഞാനും കൂടി വരുമ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇത് കേട്ടു നിൽക്കുന്ന എല്ലാ ജനങ്ങളും ഈ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്നെ സ്വീകരിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഇനിയും കാര്യങ്ങൾ പറയാനുള്ള നമുക്ക് മത്സര പോരാട്ടത്തിൽ നാട്ടികയിൽ വെച്ച് കാണുന്നതിന് ആവശ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക, പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നൊരു പ്രതിജ്ഞയാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് നിറവേറ്റുന്ന നിലയിൽ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് എന്നും കൂറുപുലർത്തി ഞാൻ മുന്നോട്ട് പോകും എന്നൊരു പ്രതിജ്ഞയാണ് ഈ അവസരം പറയാനുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്ഥാനാർത്ഥി ആയിട്ടുള്ള ഇതൊക്കെ ഇട്ടത് തോടി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ അവർ ഉൾക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കാട്ടാനാണ്. അത് മാത്രമല്ല ഭയങ്കര ഭൂരിപക്ഷം ജയിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. എൻ്റെ മനസ്സിലുള്ളത് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇപ്പം ഞാൻ ഉണ്ടായിരുന്ന ഈ MLA സ്ഥാനം വഹിക്കുന്ന നാട്ടിക നിയോജകമണ്ഡലത്തിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ പാർട്ടികളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാവിധ സാഹചര്യവും അവിടെ നടപ്പാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല അവിടുത്തെ വികസനം ഇവിടെ വന്നിട്ടുള്ള മീഡിയക്കാർക്ക് പോയി പരിശോധിച്ചാൽ അറിയാം എന്താണ് നാട്ടിക മണ്ഡലത്തിൽ നടന്നിട്ടുള്ള 5 വർഷക്കാലം. മുമ്പത്തെ വർഷത്തെക്കാലം വെച്ച് പറയേണ്ട സാഹചര്യങ്ങൾ വരാൻ പോവുകയാണ്. അതൊക്കെ ഭംഗിയായി ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ അപ്പുറത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ പച്ചയായി തുറന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ താല്പര്യം അല്ല, അങ്ങനെ കോൺഗ്രസ്സുകാരെ പറ്റിയല്ല എന്നെ വിളിച്ചു ഞാൻ അവിടെ പോയി എന്നല്ലാതെ അങ്ങനെ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ അഭിപ്രായം പറഞ്ഞു. അവരെന്നോട് അഭിപ്രായം പറഞ്ഞത് ഞങ്ങളെ സ്വീകരിക്കാൻ ഞാൻ പറയട്ടെ, ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് ചിഹ്നത്തിലൊന്നും മത്സരിക്കാൻ കഴിയില്ല, അതും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് മടങ്ങി പോകുന്നു. അല്ലാതെ വേറെ കൊണ്ട് പറ്റിക്കലൊന്നുമില്ല. എനിക്ക് എല്ലാ പ്രശ്നവുമായി ഇടപെട്ടുകൊണ്ട് ഞാൻ ഈ എന്താ പറയുക ഇതിൽ ചേർന്നപ്പോൾ എനിക്ക് വമ്പിച്ച് ഒരു വിജയിക്കണ്ടേ. ഞാൻ അവർ നാട്ടിൽ BJP ജനത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചില്ല. അതുകൊണ്ടല്ലേ ഇവിടെ എത്തിച്ചേർന്നത്. അത് സംശയം ഉണ്ടോ? മെമ്പറായില്ല, ഇപ്പൊ എന്നെ തോന്നിയിട്ടില്ലേ?